സാക്കളെ നമ്മുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിവിധ വിഷയങ്ങളിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നടത്തി വന്ന ക്ലാസ്സുകളിൽ വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ വർഗീയതയുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങൾ ഇവിടെ വരികയുണ്ടായി. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ് ഇന്ന് നമ്മൾ പൊതുവെ പറയാൻ ശ്രമിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇന്ത്യയിൽ ഈ മതേതര മൂല്യങ്ങൾ, മതനിരപേക്ഷ മൂല്യങ്ങൾ തകർക്കപ്പെടുകയും വർഗീയത ശക്തിപ്പെടുകയും ചെയ്തതിലെ പ്രധാന കാരണം എന്താണ് എന്ന ചോദ്യമാണ്. വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണിത്. CPIM സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാർട്ടി പരിപാടി തന്നെ വർഗീയത വളരാനിടയാവുന്ന ഒരു പശ്ചാത്തലം സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട്. പരിപാടിയുടെ 5, 7, 5, 8 2 ഖണ്ഡികകൾ ഈ വിഷയത്തെ സമഗ്രമായി പരിശോധന വിധേയമാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ മതനിരപേക്ഷതയെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിൽ ഇന്ത്യൻ ബൂർഷ്വാസി സ്വീകരിച്ച ചാഞ്ചാട്ടപരമായ സമീപനം വർഗീയത വളരാൻ ഒരു പശ്ചാത്തലം ഒരുക്കുകയുണ്ടായി. എന്താണ് ശരിയായ മതനിരപേക്ഷത എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇവിടെ മതം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല. ഇവിടെ സംഭവിച്ചത് നമ്മുടെ മതത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകളാണ്. മതനിരപേക്ഷതയിൽ ഏതെങ്കിലും ഒരു മതത്തിന് കൂടിയ പ്രാധാന്യം നൽകുന്നില്ല. മതവിശ്വാസത്തെ നമ്മളാരും എതിർക്കില്ല. പക്ഷേ മതത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ കാര്യങ്ങളിലെ മുഖ്യ ഇടപെടൽ ഘടകം മതമായിക്കൂടാ. എന്നാൽ നമ്മുടെ നാട്ടിൽ ആ മതനിരപേക്ഷതയെ മറ്റൊരു തരത്തിൽ പ്രചരിപ്പിക്കുകയാണ് ബൂർഷ്വാസി ചെയ്തത്. അവർ മതങ്ങൾ തമ്മിലുള്ള സൗഹൃദമാണ് എന്ന തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി മതത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നൊരു ശൈലിയും ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ടത്. അപ്പോൾ ബൂർഷ്വാസി ഈ വിഷയത്തിൽ സ്വീകരിച്ച ചാഞ്ചാട്ടപരമായ സമീപനമാണ് വർഗീയത വളരാൻ പശ്ചാത്തലമൊരുക്കിയ ഒരു പ്രധാന ഘടകം. ഇവിടെ നമ്മൾ കണ്ട മറ്റൊരു കാര്യം, രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇന്ത്യ പോലെയുള്ള ഒരു സമൂഹത്തിലെ വളരെയേറെ ഫ്യൂഡൽ മൂല്യങ്ങൾ നിലനിന്ന ഒരു സമൂഹമാണ് നമ്മുടെ. ഇപ്പോൾ സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയെക്കുറിച്ചുള്ള സമഗ്രമായ പഠനങ്ങളിലെല്ലാം നമ്മുടെ നാട് വേഗതയേറിയ മുതലാളിത്തവൽക്കരണം നടന്ന ഒരു നാടല്ല എന്നത് വ്യക്തമായ ഒരു കാര്യമാണ്. ഇപ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങൾ വ്യവസായ വിപ്ലവത്തോടു കൂടി വളരെ വേഗതയിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മേധാവിത്വം നേടിയെടുത്ത് ലോകത്തന്നെ വ്യാപിക്കേണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതാത് രാജ്യങ്ങൾക്കകത്ത് വിവിധ മേഖലകളിൽ വലിയ മാറ്റങ്ങളുണ്ടായി. സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ തന്നെ വലിയ വ്യത്യാസങ്ങളുണ്ടായി. തത്വശാസ്ത്രത്തിൻ്റെ മേഖലയിൽ, വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ, മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ തന്നെ പുതിയ വീക്ഷണങ്ങൾ രൂപപ്പെട്ട് വരികയുണ്ടായി. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വളർച്ച വളരെ മെല്ലെയായിരുന്നു. കാരണം നമുക്ക് ഫ്യൂഡൽ അവശിഷ്ടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ശക്തമായി നിലനിന്നു. അതിൻ്റെ വേറൊരു രൂപം എന്നുള്ള നിലയിൽ ജാതി സമ്പ്രദായം സൃഷ്ടിച്ച പരിമിതികളും നമുക്കുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും
അതിൽ നിന്നാണ് നവോത്ഥാനം എന്ന് പറയുന്ന പ്രക്രിയ നമ്മളെ സമൂഹത്തിൽ ആരംഭിച്ചത്. ആ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയിൽ ദേശീയ പ്രസ്ഥാനം, ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഇവയെല്ലാം സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ നാട്ടിൽ സജീവമാവുകയുണ്ടായി. അന്ന് ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഫ്യൂഡൽ അവശിഷ്ടങ്ങളെ എങ്ങനെ ഇല്ലാതാക്കും എന്നത്. നമ്മുടെ നാട്ടിലെ കാർഷിക ബന്ധങ്ങളെ പുനർനിർണയിക്കുക എന്നത്, ജാതി ബോധത്തിൻ്റെ അവശിഷ്ടങ്ങളെ, പ്രാങ് മുതലാളിത്ത അവശിഷ്ടങ്ങളെ ഇല്ലാതാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുതലാളിത്തം നിർവഹിച്ചതാണ് ആ ചുമതല. നിർഭാഗ്യവശാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അത്തരം പ്രക്രിയ നടന്നില്ല എന്നുള്ളത്, വളരെ മെല്ലെ നടന്നു എന്ന് നാം പറയുമ്പോൾ തന്നെ ഇവിടെ അതിൽ വലിയ പരിമിതികൾ സംഭവിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അന്തരീക്ഷം ശരിക്കും ഉപയോഗപ്പെടുത്താൻ ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികൾക്ക് സാധിച്ചു. ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ഈ മതജാതി ഘടകങ്ങളെ നന്നായിട്ട് തങ്ങളുടെ താല്പര്യത്തിന് ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്ക് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന വാക്കാണ്. ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നത് നിലവിലുള്ള ജാതിഘടനയെ വർഗീയ ശക്തികൾക്ക് അനുയോജ്യമായി ഉപയോഗപ്പെടുത്തുന്നതിൽ ഈ കഴിഞ്ഞ പതിറ്റാണ്ടിൽ വിശേഷിച്ചും BJP നേതൃത്വം നൽകിയ ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. അതുമായി കൂട്ടിയോജിപ്പിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഫ്യൂഡൽ അവശിഷ്ടങ്ങളുടെ നിലനിൽപ്പിനെ ഇവിടെ വർഗീയ ശക്തികൾ തങ്ങളുടെ സ്വാധീന വിപുലീകരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നതും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, വിവിധങ്ങളായ വിഷയങ്ങളിൽ നാട്ടിലിപ്പോൾ നമ്മുടെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ഭരണ നയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജനങ്ങളുടെ കൂട്ടായ പ്രതിരോധം, ജനങ്ങളുടെ ഐക്യം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, വർഗീയത പോലെയുള്ള വിഷയങ്ങളിൽ വേറെ ഭാഗത്ത് സാമ്പത്തിക നയത്തിലും നമ്മുടെ ബൂർഷ്വാസി സ്വീകരിച്ച നിലപാടുകളിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമുണ്ട്. നേരത്തെ ബൂർഷ്വാസിക്കിടയിലെ വിവിധ വിഭാഗങ്ങൾ തന്നെ, വിശേഷിച്ച് പ്രാദേശിക ബൂർഷ്വാസി, ഒട്ടേറെ പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിച്ചു എന്ന് കാണാൻ കഴിയും. പൂർണ്ണമായും നമ്മൾ ഇടതുപക്ഷക്കാരോ കമ്മ്യൂണിസ്റ്റുകാരോ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം എന്നുള്ള നിലയിലല്ലെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ, ഫെഡറലിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, നമ്മുടെ സാമ്രാജ്യത്വവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ, ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു പരിധിവരെ സാമ്പത്തിക നയത്തിൽ പോലും പലപ്പോഴും പ്രാദേശിക ബൂർഷ്വാസിയും ഇടതുപക്ഷക്കാരും ഒത്തുചേർന്നുകൊണ്ട് കൂട്ടായ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു അനുഭവം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഏതാണ്ട് ഇവരെ എല്ലാം വർഗീയ ശക്തികൾക്ക് ഒന്നിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. വിശേഷിച്ചും കേന്ദ്രാധികാരം കിട്ടിയതിന് ശേഷം ഈ ശക്തികളെ പ്രാദേശികമായിട്ട് നേരത്തെ വർഗീയതക്കെതിരായി, സാമ്പത്തിക നയങ്ങളിലെ വൈകല്യങ്ങൾക്കെതിരായി നിലയുറപ്പിച്ചിരുന്ന ഘടകങ്ങളെയെല്ലാം അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് തീവ്രവർഗീയതക്കൊപ്പം അണിനിരത്തുന്നതിൽ വിജയിക്കേണ്ടായി ഇന്ത്യയിലെ ഹിന്ദു വർഗീയ ശക്തികൾ എന്നതും നമുക്ക് കാണാൻ കഴിയും. അത് ഹിന്ദു വർഗീയവാദത്തിന് കുറച്ചുകൂടി വളരാൻ സഹായകരമായ ഒരു പശ്ചാത്തലം അതും ഒരുക്കിയിട്ടുണ്ട് എന്നതും നമുക്ക് ഈ അവസരത്തിൽ കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാഭാവികമായിട്ടും സംസ്കാരം, വിദ്യാഭ്യാസം എന്ന മേഖലകളിലേക്കുള്ള കടന്നുകയറ്റം, പുതിയ സംഘപരിവാർ ആശയങ്ങളെ വിന്യസിക്കാനുള്ള പരിശ്രമം, അത് വർഗീയതയെ വളർത്തിയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് നമ്മുടെ നാട്ടിൽ. അങ്ങനെ സൂക്ഷ്മമായ ഒരു പരിശോധനയിൽ ബൂർഷ്വാസി, ഇന്നത്തെ ബൂർഷ്വാസി അതിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചേരിയായി ഈ സംഘപരിവാറിനെ, വർഗീയവാദത്തെ ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആപത്തുകൾ വളരെ വലുതാണ്. വിശേഷിച്ച് ഒരു സമൂഹത്തിൻ്റെ വേഗതയേറിയ പരിവർത്തനം, അത് ശാസ്ത്ര യുക്തിബോധത്തിൽ അധിഷ്ഠിതമായി സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന തരത്തിൽ ഉച്ചനീചത്വങ്ങൾക്കെതിരായ ഒരു സാമൂഹ്യ അവസ്ഥയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള
ഒരു പൊതുമുന്നേറ്റം എന്ന ഘടകത്തെ വലിയ തോതിൽ പിറകോട്ടടിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ വർഗീയത മേധാവിത്വം പുലർത്തിയിരിക്കുന്നു. ഇന്നത് അതിലെ ഹിന്ദു വർഗീയത ഇന്ന് അധികാരം കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ്. മാത്രമല്ല നമ്മുടെ ബൂർഷ്വാസി ഈ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ്. വേറൊരു സാർവദേശീയ ഘടകവും ഇതിന് സമാന്തരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു വലതുപക്ഷവൽക്കരണം എന്ന പ്രക്രിയ ഇന്നത്തെ ലോകത്ത് വളരെ സജീവമായിട്ട് നമ്മൾ കാണുന്ന ഒന്നാണ്. ഈ വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് പൊതുവേ ഉണ്ടായിരുന്ന ഒരവസ്ഥ, സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്നതോടുകൂടി പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ സോഷ്യൽ ഡെമോക്രസിക്കും ഒരു 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 മേധാവിത്വം കിട്ടുകയുണ്ടായി. കുറേ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ കൂടി മുതലാളിത്ത ആശയങ്ങൾ നടപ്പിലാക്കുമ്പോൾ തന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് ഒരു സ്ഥാനം നൽകിക്കൊണ്ടാണ് സോഷ്യൽ ഡെമോക്രസി അതിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത്. അടിസ്ഥാനപരമായി അത് മുതലാളിത്തം തന്നെയാണ്. എന്നാൽ ഇപ്പം നമുക്ക് കാണാൻ കഴിയും വലതുപക്ഷവൽക്കരണം എന്ന് പറയുമ്പോൾ അവിടെ അത്തരം നയപരമായി ജനകീയമായ ഒന്നുമില്ല. പൂർണ്ണമായും അത് അതിൻ്റെ മുതലാളിത്ത പക്ഷപാതിത്വമുള്ള നയസമീപനങ്ങളെ തന്നെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. മാത്രമല്ല എല്ലായ്പ്പോഴും അത് ജനങ്ങളെ വിഭാഗീയമായി ചിന്തിപ്പിക്കുന്ന ചില ഘടകങ്ങളെ മുന്നിലേക്ക് വെക്കുന്നു. വംശീയത, മതവിദ്വേഷം, അത്തരം ആശയങ്ങൾ. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ വളരെ സജീവമായി നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് സംസ്കാരങ്ങളുടെ സംഘർഷം എന്ന വിഷയത്തെ. വളരെ താല്പര്യപൂർവ്വം നമ്മൾ ചർച്ച ചെയ്തിരുന്നത് വർഗ സമരത്തെക്കുറിച്ചായിരുന്നു. വർഗ വിഭജിതമായ സമൂഹത്തിലെ വിവിധ വർഗങ്ങൾ വഹിക്കുന്ന പങ്ക്, അതിൽ തൊഴിലാളി വർഗത്തിൻ്റെ സവിശേഷമായ സ്ഥാനവും അത് നിർവഹിക്കാൻ പോകുന്ന ചരിത്രപരമായ പങ്കുമൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം മുതലാളിത്തം അതിനെ, ഈ വലതുപക്ഷ രാഷ്ട്രീയം മറ്റൊരു തരത്തിലേക്ക് മാറ്റി. സംസ്കാരങ്ങളുടെ സംഘർഷം എന്ന ആശയത്തെ കൊണ്ടുവന്നു. അതിൽ കൃത്യമായ ഒരു ശത്രുവിനെ കണ്ടെത്തി. ഇസ്ലാമോഫോബിയ, മുസ്ലിം ഒരു ശത്രുപക്ഷത്തെ അണിനിരത്തുന്ന സ്ഥിതി വന്നു. കുടിയേറ്റക്കാരൻ ശത്രുപക്ഷത്തെ അണിനിരത്തുന്ന ഒരു സ്ഥിതി വന്നു. വലതുപക്ഷ രാഷ്ട്രീയം കൃത്യമായി സാമ്രാജ്യത്വാനുകൂലമായ ആഗോളവൽക്കരണത്തിൻ്റെതായ ഒരു രാഷ്ട്രീയത്തെ പരസ്യമായി പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വേറൊരു ഭാഗത്ത് ഈ ഒരു ശത്രുവിനെ രൂപപ്പെടുത്തി വംശീയതയും മതാധിഷ്ഠിതവുമായ തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് നല്ല മേൽക്കൈ കിട്ടുകയും അതിന് സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന തരത്തിൽ ഇന്നത്തെ സാമ്രാജ്യത്വം പ്രവർത്തിക്കുന്നുണ്ട്. ആ സാമ്രാജ്യത്വവുമായി നല്ല സന്ധി ചെയ്തു പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്നത്തെ ഇന്ത്യൻ വർഗീയവാദികൾ കൃത്യമായി സാമ്രാജ്യത്വ നയങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന, സാമ്രാജ്യത്വവുമായി തന്ത്രപരമായ രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. പഴയതുപോലെയുള്ള ഡെമോക്രസിയുടെ, ജനാധിപത്യത്തിൻ്റെ, അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷയുടെ, വേറൊരിടത്ത് നമ്മുടെ ജനാഭിമുഖ്യമുള്ള മതനിരപേക്ഷതയുടെ, ഫെഡറലിസത്തിൻ്റെ, നമ്മുടെ നാട് ഉയർത്തിപ്പിടിച്ച ബഹുദേശീയതയുടെ മൂല്യങ്ങളെയാകെ നിരാകരിച്ചിട്ടുണ്ട് ഇന്നത്തെ ഇന്ത്യയിലെ ഭരണ സംവിധാനം എന്നുള്ളത് നമുക്ക് തൊട്ടു മുന്നിൽ കാണാൻ കഴിയും. അതിലെ ഒരു ഉയർന്ന രൂപമാണ് ചേരിചേരായ്മ എന്നുള്ള മാറ്റം. വളരെ കൃത്യമായി സാമ്രാജ്യത്തനുകൂലമായ പക്ഷപാതിത്വമുള്ള അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കുന്ന, അമേരിക്കയുമായുള്ള സൗഹൃദത്തെ വലിയ അലങ്കാരമായി കാണുന്ന ഒരു 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 ഗവൺമെൻറ്റാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്. സ്വാഭാവികമായിട്ടും ആ ബന്ധങ്ങൾ നമ്മുടെ നാട്ടിലെ വർഗീയ ആശയത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി, വർഗീയതയുടെ സ്വാധീന വിപുലീകരണത്തിന് വേണ്ടി വലിയ തോതിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. ദേശീയ സ്വാതന്ത്ര്യ സമര കാലത്തുണ്ടായിരുന്ന അന്നത്തെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത, രാജ്യത്തിൻ്റെ പൊതു ഐക്യം രൂപപ്പെടുത്തിയെടുത്തപ്പോൾ ആ ബഹുദേശീയതയുടെ ഐക്യത്തെ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിലേക്ക് കണ്ണിചേർക്കുകൂടി ചെയ്ത വളരെ പുരോഗമന വീക്ഷണമുള്ള ഒരു നാടായിരുന്നു നമ്മുടേത്. അതിൻ്റെ വിപരീതമായ ഒരു തലത്തിലേക്ക് ഇപ്പോൾ ഇന്ത്യയെ എത്തിച്ചതും വർഗീയതയുടെ വിപുല സ്വാധീനത്തിന് കാര്യങ്ങളെ വിധേയമാക്കുന്നുണ്ട്. അവർ വളരെ കൃത്യമായി തങ്ങളുടെ പുതിയ നറേറ്റീവ്സ്, പുതിയ വിശകലന രീതികൾ അവർ നടപ്പിലാക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു തെറ്റായ നയം നടപ്പിലാക്കുമ്പോൾ വളരെ തെറ്റായ ന്യായം അവർ പറയും. ഇപ്പോൾ പെട്രോളിന് വില വർദ്ധിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു വിഷയം തന്നെയാണ്, എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. വളരെ കൃത്യമായ ഉത്തരമാണ്. പട്ടാളത്തിന് ഇപ്പം നമ്മൾ അതിർത്തിയിലൊക്കെ തർക്കമില്ലേ, പട്ടാളത്തിന് ശമ്പളം കൊടുക്കണ്ടേ, പട്ടാളത്തിന് ശമ്പളം കൊടുക്കാൻ പെട്രോളിന് വില കൂട്ടിയാൽ എന്താ എന്ന ഉത്തരം വളരെ കൃത്യമായി RSS ശാഖകളിൽ നൽകപ്പെടും. ഗൗരവമേറിയ തരത്തിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യാതെ ഇത്തരം ഉത്തരങ്ങൾ നൽകുക, പരസ്യമായി പറയാം. അത് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സവിശേഷതയാണ്. ഇത് ഈ ഒറ്റ വിഷയത്തിലല്ല, ഒരുപാട് കാര്യങ്ങളിൽ ഈ നിലയിൽ ജനങ്ങളുടെ മൗലിക വിഷയങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിക്കൊണ്ടുപോവുക എന്ന പ്രക്രിയ വളരെ സജീവമായി നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താവായിട്ട് നമ്മുടെ നാട്ടിലെ സാമ്പത്തിക ആഗോളവൽക്കരണത്തിൻ്റെ ശക്തികൾ ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറും. ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി രൂപപ്പെടേണ്ട വിപുലമായ ജനകീയ ഐക്യത്തെ വർഗീയതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഭിന്നിപ്പിക്കാൻ കഴിയും. നമ്മുടെ രാജ്യത്തിനകത്തുള്ള മതധ്രുവീകരണത്തിലൂടെ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങളെ സംരക്ഷിക്കാനും കഴിയും. ഇത്തരം ഈ അന്തരീക്ഷം എല്ലാം കൂടി കലർന്നാണ് ഇന്ത്യയിലെ വർഗീയ ശക്തികൾ ഇപ്പോൾ കുറെ കൂടി കരുത്ത് നേടിയിട്ടുള്ളതും അധികാരത്തിലേക്ക് വന്നിട്ടുള്ളതും. ന്യൂനപക്ഷ വർഗീയതയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുക, ന്യൂനപക്ഷ വർഗീയത ഈ സന്ദർഭത്തിലെ പങ്കെന്താണ്, എന്താണ്, എങ്ങനെയാണ് ന്യൂനപക്ഷ വർഗീയത പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഭൂരിപക്ഷ വർഗീയത ശക്തിപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു മറുപുറം എന്നുള്ള നിലയ്ക്ക് ന്യൂനപക്ഷ വർഗീയത നമ്മുടെ സമൂഹത്തിൽ ശക്തിപ്പെടുന്നുണ്ട്. റെസിപ്രോക്കല, അത് അപ്പുറത്തുണ്ട് ഇപ്പുറത്തത് നല്ല നിലയിൽ ശക്തിപ്പെടും. നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭൂതകാലത്തിലേക്ക് പോയാൽ തന്നെ ഒരു ഭാഗത്ത് ഹിന്ദു മഹാസഭയും വേറൊരു ഭാഗത്ത് മുസ്ലിം ലീഗും ഇന്ത്യയിലുണ്ടായിരുന്നു. നേരത്തെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് RSS രൂപീകരിക്കുന്നതിന് മുമ്പുള്ള കോൺഗ്രസിലേക്ക് നോക്കിയാൽ ഒരേ സമയം ഹിന്ദു മഹാസഭ അംഗങ്ങളും കോൺഗ്രസ് അംഗങ്ങളുമായ ആളുകളും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു പരിസരം, ആ നിലയിൽ മതപരമായ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഒരു പരിസരം ബ്രിട്ടീഷ് കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയുടെ വരവോടുകൂടിയാണ് അതിൽ വലിയ മാറ്റം വന്നത്. ഗാന്ധിജി മതചിഹ്നങ്ങൾ ഉപയോഗിച്ചിരുന്നുവെങ്കിലും മതന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾ, ദളിതർ, അവരുടെ പ്രശ്നങ്ങളെ കൂടി ഉന്നയിച്ചു കൊണ്ടുള്ള ഒരു വിപുലീകരണം ദേശീയ പ്രസ്ഥാനത്തിൽ ഗാന്ധി നടത്തി. RSS വന്നതിനെ ആ ഒരു പശ്ചാത്തലത്തിലാണ്. കൂടുതൽ തീവ്രമായ ഹിന്ദുത്വ, ഗാന്ധിയിൽ നിന്നും വ്യത്യസ്തമായ തരത്തിലേക്കുള്ള ഹിന്ദുത്വാശയമാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള അന്തരീക്ഷത്തിൽ ഇന്ത്യയുടെ ഈ രാഷ്ട്ര വിഭജനം നടന്ന് പാകിസ്ഥാനൊക്കെ വന്നതിന് ശേഷം ഉള്ള ഒരു അന്തരീക്ഷത്തിൽ ഇപ്പോൾ തീവ്ര ഹിന്ദുത്വത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ന്യൂനപക്ഷ വർഗീയതയും ശക്തിപ്പെടുകയാണ്. അത് നമ്മൾ ഗൗരവപൂർവ്വം കാണേണ്ടതാണ്. അതിന് ഒരു പശ്ചാത്തലം ഒരുങ്ങുന്നത് ഈ മുൻഗണനകളിലെ മാറ്റമാണ്. ചോദ്യം അതുമായി ബന്ധപ്പെടുത്തി ഇവിടെയുണ്ട്. അപ്പോൾ ന്യൂനപക്ഷ വർഗീയതയും ഇതിന് സമാന്തരമായി വളരുന്നുണ്ട്. ന്യൂനപക്ഷ വർഗീയത വളരുന്നത് ഹിന്ദു വർഗീയവാദത്തിന് വളരെ കരുത്തു പകരുന്ന ഒന്നാണ്. രണ്ട് വർഗീയതകളും ഒരുപോലെയാണ് അതിൽ നിന്ന് ശക്തി സമാർജിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഭൂരിപക്ഷ വർഗീയതക്ക് അത് കൂടുതൽ കരുത്താണ് നൽകുക. ഈ ന്യൂനപക്ഷ വർഗീയ ബോധവും ന്യൂനപക്ഷ വർഗീയ ശക്തികളുടെ പ്രവർത്തനവും, ഈ രണ്ട് പ്രവർത്തനവും തൊഴിലാളി വർഗ മുന്നേറ്റത്തിന്, ജനങ്ങളുടെ ഐക്യത്തിന്, ഈ ഭരണകൂടത്തിൻ്റെ തെറ്റുകൾക്കെതിരായിട്ട് ജനങ്ങളെ അണിനിരത്തുന്നതിൽ തടസ്സമുണ്ടാക്കുന്ന ഘടകങ്ങൾ. ഇവിടെ മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത് CPIMൻ്റെ നയങ്ങളിൽ ചിലതെങ്കിലും ന്യൂനപക്ഷ പ്രീണനമല്ലേ എന്ന ഒരു ചോദ്യമാണ്. ഇത് നമ്മൾ കാണേണ്ടത്, ന്യൂനപക്ഷ പ്രീണനം എന്ന പ്രയോഗം അത് യഥാർത്ഥത്തിൽ ഹിന്ദു തീവ്രവാദികൾ നമ്മുടെ സമൂഹത്തിൽ മതവിദ്വേഷം രൂപപ്പെടുത്തിയെടുക്കാൻ, ഇസ്ലാമിക മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള വിദ്വേഷം രൂപപ്പെടുത്തിയെടുക്കാൻ സഹായകരമായ ഒരു വാക്ക് എന്നുള്ള നിലയിലാണ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഇന്ത്യയുടെ ഭരണഘടന ന്യൂനപക്ഷ പദവിയെ സംബന്ധിച്ച് വളരെ കൃത്യമായ വിശകലനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന അവരുടെ പ്രത്യേക അവകാശങ്ങളുണ്ട്. വ്യക്തി നിയമത്തിൻ്റെ കാര്യത്തിലുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്, മതപഠന കേന്ദ്രങ്ങൾ നടത്തുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ മതന്യൂനപക്ഷങ്ങൾക്കുള്ള മൈനോറിറ്റി റൈറ്റ്സ് എന്ന് പറയുന്ന മതന്യൂനപക്ഷ അവകാശങ്ങൾ ഭരണഘടന നൽകിയിട്ടുണ്ട്.
ആ ഭരണഘടനാ അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ഇന്ത്യൻ സമൂഹത്തിൽ ഹിന്ദു തീവ്രവാദത്തിൻ്റെ വളർച്ചയോടുകൂടിയും പ്രത്യേകിച്ച് അവർക്ക് അധികാരം കിട്ടിയതോടുകൂടിയും വിപുലീകരിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷമായതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നുണ്ട്. നിയമനിർമ്മാണങ്ങൾ വരുമ്പോൾ ന്യൂനപക്ഷത്തിന് പൊതുധാരയിൽ നിന്ന് അകറ്റുന്ന നിയമനിർമ്മാണങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ മുത്തലാഖിൻ്റെ കാര്യത്തിൽ അത്തരമൊരു നിയമനിർമ്മാണം വന്നു. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ മേഖലയിൽ അത്തരം നിയമനിർമ്മാണം വന്നു. വളരെ പ്രകടമാണത്. ആ മുൻകൈ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചില നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ UAPA പോലെയുള്ള നിയമങ്ങൾ നടപ്പിലാക്കിയപ്പോൾ അത് മതന്യൂനപക്ഷത്തിനെതിരായി വലിയ തോതിൽ ഉപയോഗപ്പെടുത്തുന്നതും നമ്മൾ കാണുകയുണ്ടായി. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെടുത്തി ജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകം കേസിൽ കൊടുക്കുന്നതും അവരിൽ നിന്ന് പിഴ ഈടാക്കുന്നതും ഉൾപ്പെടെയുള്ള തരത്തിൽ കാര്യങ്ങൾ നീക്കുന്നത് കാണുന്നുണ്ട്. അത് വളരെ കൃത്യമാണത്. ന്യൂനപക്ഷ വിരുദ്ധമായ നയങ്ങൾ, ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കുന്നു. CPIM ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരിക്കലും ന്യൂനപക്ഷ വർഗീയതയുമായി സന്ധി ചെയ്യുന്ന സമീപനം CPIM സ്വീകരിച്ചില്ല. എപ്പോഴും നമ്മൾ ഭൂരിപക്ഷ വർഗീയതയെ കൃത്യമായി കൂടുതൽ സ്വാഭാവികമായും വിമർശിക്കുമ്പോൾ തന്നെ ന്യൂനപക്ഷ വർഗീയത ഉണ്ടാക്കുന്ന ആപത്തുകളെയും CPIM എല്ലാ സന്ദർഭത്തിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതേസമയം ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ അത് മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ്. ആ നിലയിൽ അത് വർഗപരമായ ഒരു ഉള്ളടക്കമുള്ള കാഴ്ചപ്പാടുമാണ്. ആ നിലയിൽ നമ്മൾ വളരെ കൃത്യമായ ഒരു നയ സമീപനമാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അതിനെ അത് മുസ്ലിം വിരുദ്ധതയുടെ ഒരു വാക്പ്രയോഗത്തിലൂടെ, ന്യൂനപക്ഷ പ്രീണനം എന്ന വാക്പ്രയോഗത്തിലൂടെ ദുർവ്യാഖ്യാനം നടത്താനാണ് ഹിന്ദു മത മൗലികതാവാദ ശക്തികൾ നമ്മുടെ സമൂഹത്തിൽ ശ്രമിക്കുന്നത്. അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് ഹിന്ദു വർഗീയവാദം മേധാവിത്വത്തിലെത്തിയപ്പോൾ വന്ന മുൻഗണനാ വിഷയങ്ങളിലെ മാറ്റവുമായി ബന്ധപ്പെടുത്തിയതാണ്. അതിൽ നമ്മൾ സൂക്ഷിച്ച് പരിശോധിച്ചാൽ ഇപ്പോൾ നമ്മളെ സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ നെഹ്റുവിയൻ നയങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ അതിൻ്റേതും അതിൻ്റെ പരിമിതികളെ, അതിൻ്റെ പോരായ്മകളെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആളുകളാണ്. അവിടെ മുതലാളിത്തം നടപ്പിലാക്കുന്ന ഒരു പ്രക്രിയയുടെ തുടക്കം ആരംഭിക്കുകയായിരുന്നു. അതിൻ്റെ ഗുണഭോക്താവായിട്ട് ഇന്ത്യയിലെ ബൂർഷ്വാ വിഭാഗം, ധനിക കൃഷിക്കാർ, ഭൂപ്രഭുക്കന്മാർ അവർ മാറുകയായിരുന്നു. അവരിൽ നിന്ന് പുതിയ കുത്തകകൾ രൂപം കൊള്ളുകയായിരുന്നു. അത് കാർഷിക രംഗത്ത് ആ നിലയിൽ തന്നെയുള്ള ഭൂപ്രഭുത്വത്തെ മാറിയ പുതിയ മുതലാളിത്ത കർഷക മേധാവികൾ ഗ്രാമീണ ജീവിതത്തിൽ മേധാവിത്വം സ്ഥാപിച്ച ഭരണവർഗ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു വിഭാഗമായി പരിവർത്തനം ചെയ്തു എന്ന് CPIM പരിപാടിയിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭരണവർഗത്തിൻ്റെ നാട്ടിൻപുറത്തെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ. അതുപോലെ തന്നെ അതോടൊപ്പം ഇതൊക്കെ ചെയ്യുമ്പോഴും അവർ കുറേ സ്വാശ്രയത്വത്തിൻ്റേതായ മുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുകയുണ്ടായി. ചില പ്രധാനപ്പെട്ട മേഖലകളിൽ ഇപ്പോൾ നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ പോലെയുള്ള ഹരിത വിപ്ലവം പോലെയുള്ള കാര്യപരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ട് ഭക്ഷ്യസ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഭക്ഷ്യസ്വയം പര്യാപ്തത, സ്വാശ്രയത്വം തുടങ്ങിയ ചില ആശയങ്ങൾ മുതലാളിത്തം കെട്ടിപ്പടുക്കുമ്പോൾ തന്നെ വെച്ചിട്ടാണ് അവർ പ്രവർത്തിച്ച് പോകുന്നത്. എന്നാൽ ഇപ്പോൾ അത്തരം മുദ്രാവാക്യങ്ങൾ ഇല്ലാതായിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്രാജ്യത്വ വിരുദ്ധതയുടെ പൂർണ്ണതയിലെത്തിയില്ലെങ്കിലും ചേരിചേരായ്മ പോലെയുള്ള മുദ്രാവാക്യങ്ങളും അന്നുണ്ടായിരുന്നു. അതും ഇപ്പോൾ വിട്ടുപോയിരിക്കുന്നു. ഇപ്പോഴത്തെ മുൻഗണനകളുടെ പൊതു പ്രത്യേകത എന്താ? അത് ജനകീയ വിഷയങ്ങളല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്ത് 30 വയസ്സിൽ താഴെയുള്ള ആളുകളുടെ എണ്ണം നോക്കിയാൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള സമൂഹം ഇന്ത്യൻ സമൂഹമാണ്. ലോകത്ത് ഏറ്റവും യൗവന
കരുത്തുള്ള തൃഷ്ണതയുള്ള സമൂഹം ഇന്ത്യൻ സമൂഹമാണ്. പക്ഷേ നമുക്ക് ആ ചെറുപ്പക്കാരൻ്റെ തൊഴിലില്ലായ്മയുടെ വിഷയത്തിന് പരിഹാരം കാണുന്ന നിലപാടുകൾ നമ്മുടെ മുന്നിലില്ല. വലിയ തോതിലുള്ള കാർഷിക തകർച്ചയുണ്ടായി, കാർഷിക ആത്മഹത്യകളുണ്ടായി. അത്തരം പ്രശ്നങ്ങളും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നില്ല. പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP ശക്തമായി നടത്തേണ്ടായി. എന്നാൽ ഇപ്പോൾ പുതിയ പരികൽപ്പനകളെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. CPIM അതിൻ്റെ ഈ BJP അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ ചൂണ്ടിക്കാട്ടിയ ഒരാപത്തുണ്ട്. RSS പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്നുള്ളത് കൊണ്ട് ഇന്ത്യയിലെ മൗലികമായ കാഴ്ചപ്പാടുകളിൽ RSS താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മാറ്റങ്ങൾക്ക് നമ്മുടെ സമൂഹത്തെ, ഭരണ സംവിധാനത്തെ, ജുഡീഷ്യറിയെ, ബ്യൂറോക്രസിയെ, നാനാവിധങ്ങളായ മേഖലകളിൽ RSS താല്പര്യ പരിരക്ഷയുടെ വിപുലീകരണം നടക്കും, ആ ആശയങ്ങളുടെ ഒളിച്ച് കടത്തലുണ്ടാകും എന്ന കാര്യം നമ്മൾ ചൂണ്ടിക്കാണിച്ച സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള ഒരു മേധാവിത്വമാണ് RSS ആഗ്രഹിക്കുന്നത്. അതിനാണ് BJPയുടെ ഗവൺമെൻറ്റിനെ ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളുടെ മുൻഗണനകളിൽ വ്യത്യാസം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെടുത്ത് പരിശോധിച്ചാൽ രാമക്ഷേത്ര നിർമ്മാണം ഇപ്പോൾ BJPയുടെ RSSൻ്റെ സർസംഘചാലകിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമായിരുന്നു രാമക്ഷേത്ര നിർമ്മാണം വേഗം നടപ്പിലാക്കുക എന്നത്. BJP 1989 പാലംപൂർ സമ്മേളനത്തിൽ അതിൻ്റെ തീവ്രവർഗീയവൽക്കരണ വഴിയിലേക്കുള്ള യാത്രയിലെ നിർണായകമായ ഒരു നാഴികക്കല്ലാണ് രാമക്ഷേത്ര നിർമ്മാണം മുഖ്യ വിഷയം എന്നുള്ള നിലയിലുള്ള പ്രഖ്യാപനം. വലിയ വോട്ട് കിട്ടും എന്നുള്ള ഉറപ്പെന്ന് അഡ്വാനിക്കുണ്ടായിരുന്നു. കൃത്യമായ ആ മുദ്രാവാക്യത്തിൻ്റെ പ്രയോഗം ഇപ്പോൾ ഇവിടെ നടന്നു. ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഒരു വർഷം തികഞ്ഞപ്പോൾ തന്നെ അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ തറക്കല്ല് പ്രധാനമന്ത്രി തന്നെ ഇട്ടു. പ്രധാനമന്ത്രി ഇരിക്കുന്നതിൻ്റെ ഏതാനും മീറ്റർ അപ്പുറത്ത് RSS സർസംഘചാലക്കും ഉപവിഷ്ടനായി. വളരെ അപകടകരമായ ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകിയ ഒന്നാണ്. അപ്പോൾ മുൻഗണനകളിൽ വന്ന ഒരു മാറ്റം, അതിൻ്റെ കാർമ്മികത്വം രണ്ടും പ്രതിഫലിച്ചതാണ് പ്രധാനമന്ത്രി തന്നെ തറക്കല്ലിട്ടുകൊണ്ട് സെക്യുലറിസത്തിനുണ്ടാക്കിയ വലിയ തകരാറും അല്പമകലെ RSS സർസംഘചാലക് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മസാക്ഷിയാകുന്നു എന്ന അവസ്ഥയും മുൻഗണനകളിലെ മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് അത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതുപോലെ തന്നെ തൊട്ട് മുമ്പ് അതേ തീയതി ഒരു വർഷം മുമ്പാണ് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അവകാശം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം BJP എടുത്തു. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണ്ട, നമ്മൾ നേരത്തെ പല ക്ലാസ്സുകളിലും അതിവിടെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ മുൻഗണനകളിൽ വ്യത്യാസം വന്നു. ഒരു പുതിയ വിദ്യാഭ്യാസ നയം, ആ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാതൽ വളരെ കൃത്യമായി മതേതര മൂല്യങ്ങളുടെ അടിത്തറ തകർക്കൽ തന്നെയാണ്. അതിൻ്റെ അപ്പുറത്ത് പുതിയ കുറേ മുദ്രാവാക്യങ്ങൾക്കൊരു പ്രത്യേക പരിഗണന കിട്ടി. ഗോ സംരക്ഷണത്തിൻ്റെ മുദ്രാവാക്യത്തെ അത് മുന്നിലേക്ക് കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പൗരത്വ ഭേദഗതി നിയമം വളരെ വേഗത്തിൽ നടപ്പിലാക്കുന്നതിന് അത് മുന്നിലേക്ക് വന്നു. പിന്നെ നമ്മൾ സൂചിപ്പിച്ച ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന തീരുമാനങ്ങൾ നിരന്തരം എടുത്ത് അത് കൂടുതൽ അമിതാധികാര മേഖലയിലേക്ക് പോകുന്നത് കണ്ടു. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ കവർന്നെടുക്കുന്ന നികുതി ഘടന അത് നടപ്പിലാക്കുന്നത് വളരെ കൃത്യമായി കണ്ടു. വളരെ സൂക്ഷിച്ചു നോക്കിയാൽ ഓരോ നിയമ നിർമ്മാണത്തിലും അതിൽ മതസങ്കുചിതത്വത്തെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഗർവാപ്പസി പോലെ അപ്പുറത്ത് RSS നടത്തുന്നു, ഇപ്പുറത്ത് മുസ്ലിം വിരുദ്ധമായ നിയമനിർമ്മാണങ്ങൾ ഒന്നൊന്നായി പാസ്സാക്കുന്നു. വിവാഹമോചനത്തിൻ്റെ നിയമത്തെ മുസ്ലിമിനെ മാത്രം ക്രിമിനൽ വൽക്കരിക്കുന്ന തരത്തിൽ മാറ്റം വരുത്തുന്നു. ആ മുൻഗണനകളിലെ മാറ്റത്തിൽ പോലും രണ്ട് കാര്യം വ്യക്തമാണ്. അവിടെ സാധാരണക്കാരനുള്ള പരിഗണന ഇല്ലാതാകുന്നു. അതിനേക്കാൾ ഉപരി അതോടൊപ്പം മുസ്ലിം ജനവിഭാഗത്തെ അത് ശത്രുപക്ഷത്തേക്ക് തള്ളി നീക്കി മത ധ്രുവീകരണം എന്ന RSS അജണ്ടയുടെ നടത്തിപ്പിന് സഹായകരമായ പരികൽപ്പനകൾ ഈ
നയമാറ്റത്തിൽ നമുക്ക് ദൃശ്യമാകുന്നതാണ് ഇന്നത്തെ പൊതുസ്ഥിതി. വേറൊരു ചോദ്യം, എന്താണ് വർഗീയതയുടെ സാമ്പത്തിക ശാസ്ത്രം എന്നതാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെടുത്തിയ ക്ലാസ്സുകൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. അത് സാമ്പത്തിക നയങ്ങളിൽ പൂർണ്ണമായി ഇന്ത്യൻ കുത്തകകളെയും ബഹുരാഷ്ട്ര കുത്തകകളെയും സംരക്ഷിക്കുന്ന സാമ്പത്തിക ഉദാരവൽക്കരണത്തിൻ്റെ അക്രമോത്സുകമായ നടത്തിപ്പാണ്. യാതൊരു മടിയും കൂടാതെ അതൊരു തുറന്ന് പ്രഖ്യാപിക്കുകയാണ്. നിലവിലുള്ള വ്യവസ്ഥയെ പരിരക്ഷിച്ചുകൊണ്ട് അതിലെ മുതലാളിത്തംശങ്ങളെ, അതിലെ നമ്മുടെ ഭൂപ്രഭുത്വത്തിൻ്റെയും ധനികൃഷിക്കാരൻ്റെയും താല്പര്യങ്ങളെ പരിരക്ഷിക്കുന്ന ഭരണവർഗ താല്പര്യ പരിരക്ഷയുടേതായ ആ എല്ലാ ഘടകങ്ങളെയും ഒരുപോലെ സംരക്ഷിച്ചുകൊണ്ട് അതിൻ്റെ നേതൃത്വ സ്ഥാനത്തേക്ക് ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിയെ സ്ഥാപിച്ച് കൃത്യമായി നമ്മുടെ പാർട്ടി പരിപാടി ചൂണ്ടിക്കാട്ടിയതുപോലെ ലോക സാമ്രാജ്യത്വവും അതിനെ നിയന്ത്രിക്കുന്ന സാമ്പത്തിക ഉദാരവൽക്കരണ ശക്തികളെയും ഏകോപിപ്പിച്ചുകൊണ്ട് സന്ധി ചെയ്തുകൊണ്ട് വളരെ കൃത്യമായ നയ സമീപനങ്ങളാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ CPIM-ൻ്റെ പാർട്ടി കോൺഗ്രസ് ഈ ഭാഗത്തെ വിശകലനം ചെയ്തു. ഞാൻ എളുപ്പത്തിന് വേണ്ടി അത് വായിക്കുകയാണ്. BJP അവരുടെ രാഷ്ട്രീയ നിലപാട് ഉറപ്പിച്ചിട്ടുണ്ട്. മോദി ഗവൺമെൻറ്റിന് കീഴിൽ ജനങ്ങൾ നവലിബറൽ മുതലാളിത്തത്താൽ ചൂഷണം ചെയ്യപ്പെടുന്നത് തീവ്രമാക്കപ്പെട്ടിട്ടുണ്ട്. ഹിന്ദുത്വ അജണ്ടയുടെ തുടർ പ്രയോഗം മൂലം ഭരണഘടനയുടെ മതനിരപേക്ഷ ജനാധിപത്യ ചട്ടക്കൂട് തകർന്നു പോകുന്നുണ്ട്. BJP നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അമേരിക്കയുടെ സാമ്രാജ്യത്വ തന്ത്രങ്ങളോട് കൂടുതൽ അനുയോജ്യമാം വിധം ഇന്ത്യയെ കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ വ്യക്തമാക്കുന്നത് ഒരു ആക്രമണോത്സുക നവലിബറൽ അമിതാധികാര വർഗീയ ഭരണത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നതാണ്. വർഗീയതയെ സംബന്ധിച്ചുള്ള നമ്മുടെ പരിശോധനകളിൽ അതിനെ അതിൻ്റെ തീവ്രതയെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഏറ്റവും തീക്ഷ്ണമായി നമ്മുടെ പാർട്ടി കോൺഗ്രസ് വിശകലനം ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നുകൊണ്ടുള്ള വർഗീയതയ്ക്കെതിരായ പ്രതിരോധ രൂപങ്ങളെ സംബന്ധിച്ചുള്ള സമീപനം എന്തായിരിക്കണം? നമുക്ക് ധാരാളം ചോദ്യങ്ങൾ ആ ദിശയിൽ വന്നിട്ടുണ്ട്. നമുക്ക് വളരെ ചുരുങ്ങിയ സമയപരിധിയിൽ എല്ലാ വിശദാംശങ്ങളിലേക്കും നമുക്കിപ്പോൾ പോകാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ഇന്ത്യയിലെ നിലവിലുള്ള സാമൂഹ്യ ഘടനയെ പൂർണ്ണമായി പരിരക്ഷിക്കുന്ന അവരുടെ വലതുപക്ഷ നയപരിപാടികളെ ഒട്ടും മറച്ചു വെക്കാത്ത തീവ്ര ഹിന്ദുത്വ ശക്തികൾ പിന്നിൽ നിയന്ത്രിക്കുന്ന സമഗ്രാധിപത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സംവിധാനത്തോട് എങ്ങനെയാണ് ഒരു പ്രതിരോധം രൂപപ്പെടുത്തുക? അത് വളരെ ഗൗരവമേറിയ വിഷയം തന്നെയാണ്. അപ്പോൾ വർഗീയതയെ പ്രതിരോധിക്കുക മാത്രമല്ല, ഈ വർഗീയതയെ മുറിച്ചു കടക്കുകൂടി വേണം. അപ്പോൾ ആ പ്രക്രിയയിലേക്ക് ഇന്നത്തെ ഇന്ത്യയെ ഏത് തരത്തിൽ രൂപപ്പെടുത്തിയെടുക്കും? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇപ്പോൾ ഉയർന്നു വന്ന വിഷയങ്ങളിൽ ഓരോന്നിലും നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടിയുടെ ചാഞ്ചാട്ട സമീപനം, പുറകെതൊടുക്കുന്ന എല്ലാ സമീപനത്തിലും ആ ചാഞ്ചാട്ടം ദൃശ്യമാണ്. നേരത്തെ ഈ ക്ലാസ് നമ്മൾ സംസാരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ വഞ്ചനാപരമായ നിലപാടുകളും അയവേറിയ സമീപനങ്ങളും അക്കാര്യത്തിൽ അവർക്കുള്ള വ്യക്തതയില്ലായ്മയും ഒക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ച മൃദു ഹിന്ദുത്വം നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഇപ്പോൾ അതൊന്നുകൂടി രൂക്ഷമായി. ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ തറക്കല്ലിടലിന് കോൺഗ്രസ്സിലെ ഒരു വിഭാഗം അതിനോട് വളരെ അനുകൂലമായ നിലപാട് സ്വീകരിക്കേണ്ടത്. ആ പട്ടികയിൽ പ്രിയങ്ക ഗാന്ധി ഉണ്ട്, ആ പട്ടികയിൽ മനീഷ് തിവാരി ഉണ്ട്, ആ പട്ടികയിൽ കമൽനാഥ് ഉണ്ട്, ഒട്ടേറെ കോൺഗ്രസ് നേതാക്കന്മാർ. അപ്പോൾ ഏറ്റവും വലിയ ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട് കണ്ട ഏറ്റവും നമ്മളിൽ വലിയ പ്രയാസമുണ്ടാക്കിയ ഒരു സംഭവത്തിൽ കോൺഗ്രസ് നിലപാടെന്താ? വളരെ കൃത്യമായി അവർ ഇവിടെ അയവേറിയ സമീപനം സ്വീകരിച്ചു. സാമ്പത്തിക നയത്തിൽ ഈ നയം അവരാണ് തുടങ്ങി വെച്ചത്. വലിയ അഭിപ്രായ വ്യത്യാസം അവർക്കില്ല. നടപ്പിലാക്കാനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള സമീപനമേ ഉള്ളൂ.
അതുകൊണ്ട് തന്നെ വർഗീയതയ്ക്കെതിരായ ഇന്നത്തെ ഒരു സമരം എന്ന് പറയുമ്പോൾ അതിൽ വിശേഷിച്ച് സംഘപരിവാറിന് മേധാവിത്വമുള്ള ഒരു കാലത്ത് അവരെ എല്ലാ തലത്തിലും അവരെ പ്രതിരോധിക്കാനാവും. ആശയമേഖലയിൽ, രാഷ്ട്രീയ ഘടനയിൽ, പ്രത്യയശാസ്ത്ര സമരങ്ങളിൽ, നമ്മുടെ സാംസ്കാരിക മേഖലയിൽ, എല്ലാ മേഖലയിലും. കാരണം അവരെ എല്ലാ മേഖലയിലും തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കുകയാണ്. ചരിത്രത്തിനെ മാറ്റി എഴുതണം. ചരിത്രം എന്നത് നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു ചരിത്രമല്ല. ഇന്ത്യ ചരിത്രം ബ്രിട്ടീഷുകാർക്ക് മുമ്പുള്ളത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള നിലയിൽ നമ്മുടെ കാഴ്ചപ്പാടിനൊപ്പമേ ഇല്ല RSS. അവർ ആ സ്വാതന്ത്ര്യത്തിനപ്പുറത്ത് ഉള്ള പൂർണ്ണമായ ഹിന്ദുത്വ ശക്തികളുടെ മേധാവിത്വം എല്ലാ തലത്തിലും എത്തുമ്പോഴാണ് അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണത എന്നുള്ള നിലയിൽ നീങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായി എല്ലാ മേഖലയിലുമുള്ള പ്രതിരോധം സംഘടിപ്പിക്കാനാണ്. പ്രതിരോധവും സമരങ്ങളും സംഘടിപ്പിക്കാനാണ്. ജനങ്ങളുടെ സാമ്പത്തിക നയങ്ങളിൽ, ജനകീയ വിഷയങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ടുള്ള വലിയ പ്രത്യക്ഷ സമരങ്ങൾ നടത്തുക. എല്ലാ തരത്തിലുമുള്ള ജനകീയ മുന്നേറ്റങ്ങൾ, പ്രത്യക്ഷ സമരങ്ങൾ നടത്തുക. പ്രാദേശിക സമര രൂപങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ RSS വ്യാപരിക്കുന്ന എല്ലാ മേഖലകളിലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിനെതിരായ ബദൽ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രതിരോധം നമുക്ക് നടത്താനാവണം. അതിൽ വിശേഷിച്ചും സംസ്കാരം, ചരിത്രം, വിദ്യാഭ്യാസം, ഈ മേഖലയിലെല്ലാമുള്ള വലിയ പൊളിച്ചെഴുത്തിനാണ് ഇപ്പോൾ സംഘപരിവാർ നേതൃത്വം നൽകുന്നത്. സ്ഥലനാമങ്ങളെ മാറ്റുന്നു. വലിയൊരു പൊളിച്ചെഴുത്താണത്. ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാനാണ് അവർ ചെയ്യുന്നത്. അതുപോലെ പാഠ്യപദ്ധതിയെ വലിയ തോതിൽ മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ എല്ലാ മേഖലയിലും അവരുടെ ഈ തള്ളിക്കയറ്റമുണ്ട്. ആ സമഗ്രമായ ഒരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ദീർഘമായ ഒരു കാലത്തെ അടയാളപ്പെടുത്തി RSS തയ്യാറാക്കിയിട്ടുള്ള വർഗീയ അജണ്ടയ്ക്ക് അനുരോധമായി ഒരു ഗവൺമെൻറ്റിനെ കൂടി, കേന്ദ്ര ഭരണത്തെയും ഒരുപാട് സംസ്ഥാന ഭരണങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ അതിക്രമത്തെ എല്ലാ തലത്തിലും പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രസ്ഥാനം രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് ഇന്നത്തെ ഇന്ത്യയിലെ വർഗീയതയ്ക്കെതിരായ ഏറ്റവും ശക്തമായ പ്രതിരോധത്തിൻ്റെ അടിത്തറ. ആ അടിത്തറ അന്വേഷിച്ച് പോകുമ്പോൾ CPIMൻ്റെ പങ്ക് ഏറ്റവും പ്രസക്തമാവുകയാണ്. നമ്മുടെ പാർട്ടിയുടെ സ്വതന്ത്രമായ കരുത്തിൻ്റെ വ്യാപനം തന്നെയാണ് ഇതിലെ ഏറ്റവും മുഖ്യമായ വിഷയം. ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ എടുത്തതാണ്. അതിലെല്ലാം ഈ സ്വതന്ത്ര വ്യാപനത്തിന്, പാർട്ടിയുടെ കരുത്ത്, സ്വതന്ത്ര കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇന്നത്തെ ഒരു മുഖ്യ കൺഫ്രണ്ടിങ് ഏരിയ, നമ്മൾ ഏറ്റുമുട്ടേണ്ടി വരുന്ന ഒരിടം എന്നുള്ള നിലയ്ക്ക് വർഗീയതക്കെതിരായ സമരത്തിൻ്റെ വിജയത്തിന് ഏറ്റവും അടിത്തറയാവുന്നത് CPIMൻ്റെ സ്വതന്ത്രമായ കരുത്തിൻ്റെ വ്യാപനം തന്നെയാണ്. ഇന്ത്യയിലെ ഇന്നത്തേതിനേക്കാൾ കൂടുതലായ പാർട്ടി അംഗങ്ങൾ, ആ പാർട്ടി അംഗങ്ങളുടെ ആശയ പ്രത്യയശാസ്ത്ര കരുത്ത്, അവരുടെ നേതൃത്വത്തിൽ നിരവധി പാർട്ടി ഘടകങ്ങൾ, അതോടൊപ്പം വർഗ ബഹുജന സംഘടനകൾ, ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലയിലും വ്യാപരിക്കുന്ന തരത്തിൽ നല്ല കരുത്തുറ്റ വർഗ ബഹുജന സംഘടനകളുടെ രൂപീകരണം, തുടർന്ന് വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പാർട്ടി കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒന്ന് വളരെ പ്രസക്തമാണ്, ഇടതുപക്ഷ ഐക്യം എന്നുള്ള നിലയിൽ ഇന്ത്യയിലെ എല്ലാ പുരോഗമനവാദികളെയും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. രാഷ്ട്രീയ പാർട്ടികളെ, അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാ പുരോഗമനവാദികളെയും ഒന്നിപ്പിക്കത്തക്ക രൂപത്തിലുള്ള ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന സങ്കല്പവും വെച്ചുകൊണ്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ വളരെ സ്വതന്ത്രമായ ഒരു ഇടപെടൽ എന്നത് ഇന്ന് ഏറ്റവും പ്രസക്തമാണ്. സ്വാഭാവികമായി നിരവധി സംശയങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വേണ്ടത്ര വളരാനാവുന്നില്ലല്ലോ എന്ന ചോദ്യത്തിൽ നിന്ന് വന്ന സംശയത്തിൽ നിന്ന് വന്ന ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കിട്ടുകയുണ്ടായി. ഇവിടെ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സോഷ്യലിസത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം എല്ലാം മുതലാളിത്തം എന്നാവില്ല എന്നിപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് മുതലാളിത്ത വ്യവസ്ഥയെ പരിരക്ഷിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയ ഘടനയിൽ
നേതൃത്വം നൽകുന്നവർ അധികാരത്തിലുണ്ട് പല പ്രധാനപ്പെട്ട ലോക രാഷ്ട്രങ്ങളിൽ. സാമ്രാജ്യത്വ ഉദാരവൽക്കരണം എല്ലാ അക്രമോത്സുകതയോടും കൂടി നടപ്പിലാക്കുകയാണ്. പക്ഷേ ശക്തമായ പ്രതിരോധ സമരങ്ങൾ ലോകത്ത് വളർന്നു വരുന്നുണ്ട് എന്നുള്ളതും നമുക്കെല്ലാം അറിയുന്നതാണ്. നമ്മുടെ പാർട്ടി വളരെ കൃത്യമായ റിപ്പോർട്ടിങ്ങൾ നമുക്കത് സാധാരണ നമ്മുടെ പാർട്ടി റിപ്പോർട്ടുകളിലുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, ഏറ്റവും പ്രസക്തമാകുന്ന കാര്യം സമരതീക്ഷ്ണമായ ഒരു ലോകത്തിൻ്റെ സാധ്യത തന്നെയാണ്. സാധാരണക്കാരൻ്റെ ജീവിതാവകാശങ്ങളെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു നിലനിൽപ്പ് അനന്തകാലത്തേക്ക് മുതലാളിത്തത്തിന് ഉണ്ടാവില്ല എന്ന് വ്യക്തമാകുന്ന സൂചനകൾ നിറഞ്ഞൊരു ലോകമാണ്. വളരെ ശക്തമായ ബഹുജന മുന്നേറ്റങ്ങൾ, ഇടതുപക്ഷ മുന്നേറ്റങ്ങൾ, അതിൻ്റെ സാധ്യത വളരെയേറെ ഉള്ള ഒരു കാലവുമാണ്. പക്ഷേ നമ്മളെല്ലായിടത്തും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഓരോ രാജ്യത്തിൻ്റെയും സവിശേഷതകളിലാണ് അത്തരം മുന്നേറ്റങ്ങൾ രൂപപ്പെട്ടു വരിക. ഇന്ത്യയിലും ഈ വർഗീയ ശക്തികൾ നിറഞ്ഞാടുന്ന ഒരു ഇന്ത്യ, ബൂർഷ്വാസി ഇപ്പോൾ അവർക്കൊപ്പം നിൽക്കുന്നതുകൊണ്ടും കീഴ്പ്പെട്ടതുകൊണ്ടും ഒരു പ്രതിരോധവുമില്ലാത്തൊരു ഇന്ത്യ, ആ വീക്ഷണത്തിലല്ല CPIM നിലയുറപ്പിക്കുന്നത്. വലിയ ബഹുജന പോരാട്ടങ്ങൾ ഇന്ത്യയിലും ഉണ്ടാവും. സാമ്പത്തിക ഉദാരവൽക്കരണത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുമ്പോൾ ഒരിക്കൽ സഖാവ് സുർജിത്ത്, നമ്മൾ വലിയ പോരാട്ടങ്ങളും സമരങ്ങളും ഒക്കെ പ്ലാൻ ചെയ്യുന്നൊരു യോഗത്തിൽ സുർജിത്ത് പറഞ്ഞ് ഞാൻ ഓർത്തെടുക്കുകയാണ്. സുർജിത്ത് പറഞ്ഞു, ഈ ബഹുജന മുന്നേറ്റം അതിൻ്റെ സ്വാഭാവികമായ ഒരു പരിണതിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവിടെ ഹിന്ദു വർഗീയ ശക്തികൾ മുതലെടുത്ത് അധികാരത്തിലേക്ക് വരും. 80കളുടെ മധ്യത്തിലെ ഒരു സമരമുഖത്ത് വെച്ചാണ് ഒരു സായാഹ്നത്തിൽ സഖാവ് സുർജിത്ത് അത് പറഞ്ഞത്. സാമ്പത്തിക ഉദാരവൽക്കരണത്തിനെതിരായ സമരത്തിൻ്റെ തുടക്കകാലമാണ്. 80കളുടെ അവസാനം 90കളുടെ ഒരു മധ്യം നമ്മൾ ധാരാളം സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അത്തരമൊരു സമരകാലത്താണ് സുർജിത്ത് ഇത് പറയുന്നത്. 80കളുടെ അവസാനത്ത് ദേശീയ സ്വാതന്ത്ര്യ സമരാനുഭവമുള്ള ഒരുപാട് കർഷക പ്രക്ഷോഭങ്ങൾ നയിച്ച നല്ല പോരാളിയായ സുർജിത്തിൻ്റെ അനുഭവത്തെ മുഴുവൻ സ്വാംശീകരിച്ച ഒരഭിപ്രായ പ്രകടനമായിരുന്നു. നമുക്ക് ഈ സമരങ്ങളിൽ കൂടുതൽ ജനങ്ങൾ അണിനിരത്താനാവുന്നില്ലെങ്കിൽ ആ ഇടം സംഘ് പരിവാർ കൈവശപ്പെടുത്തും എന്ന ആശങ്കയായിരുന്നു. അത് ഒഴിവാക്കാനുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയൊരു പാർട്ടിയാണ് CPIM. ഇപ്പോൾ ഒരു സംശയവും നമുക്കുണ്ടാവരുത്. BJP പറയുന്നത് പോലെ അടുത്തൊരു 50 വർഷത്തേക്ക് BJP അങ്ങനെയാവും, ഇവരെതിരില്ല, അങ്ങനെയൊന്നുമില്ല. വ്യവസ്ഥയിൽ ഒരു മാറ്റവും വരുത്താതെ മുതലാളിത്ത ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കി ഭൂപ്രഭു താല്പര്യം സംരക്ഷിച്ച് തീവ്ര ഹിന്ദുത്വ അജണ്ട വെച്ച് വിദ്വേഷത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ കരുത്തിൽ അനന്തകാലത്തേക്ക് നരേന്ദ്രമോദി എന്ന ഭയം നമ്മളെ അലട്ടുന്നില്ല. നമുക്കത് വലിയ പോരാട്ടം നടത്തണം എന്നുള്ള ആ പ്രചോദനം നൽകുന്ന ഘടകമാണ്. ഇന്ത്യ സമരതീക്ഷ്ണമാകും. ബൂർഷ്വാ പാർട്ടികൾക്ക് കൃത്യ ഉത്തരങ്ങളില്ല. ഇന്ത്യയിലെ ഇടതുപക്ഷം ശരി ഉത്തരം നൽകും പോരാട്ടങ്ങളിലൂടെ എന്ന നിലയിലേക്കുള്ള സമരങ്ങളെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. പുതിയ ഒരു പരികൽപ്പന, രാഷ്ട്രീയ പരികൽപ്പന ഇന്ത്യയിൽ രൂപം കൊള്ളും. നമ്മുടെ പാർട്ടി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ചെയ്യുന്ന ഒന്ന് എന്നുള്ള തരത്തിലില്ല. ഇടതുപക്ഷത്തിന് നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ മാറ്റങ്ങളിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോവുക എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അവിടെയാണ് പാർട്ടി കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിപുലീകരണം, അതിൻ്റെ പ്രധാന ആധാരശില എന്നുള്ളതിൽ നിലവിലുള്ള പാർട്ടിയുടെ സ്വതന്ത്ര കരുത്തിൻ്റെ ഇനിയും മികവാർന്ന രൂപത്തിലുള്ള വിപുലീകരണം, വർഗ ബഹുജന സംഘടനകളുടെ പ്രവർത്തന ശൈലിയിൽ കൂടുതൽ ജനകീയത, ഇതെല്ലാം വെച്ചുകൊണ്ട് ആ വരാൻ പോകുന്നൊരു ഭാവി മുന്നേറ്റത്തിലേക്ക് ആ ജനകീയ മുന്നേറ്റത്തിൻ്റെ പൊതുധാരയെ ഇടതുപക്ഷത്തേക്ക് തിരിച്ചുവിടുക എന്ന നിലയ്ക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുക. നമ്മുടെ നാട്ടിൽ ഏകാധിപത്യത്തിനെതിരായ ഒരു സമരം ബഹുജനങ്ങളുടേത് രൂപപ്പെടുത്തിയെടുത്തതെന്ന് ആ സമരമുഖത്തെ റാഞ്ചി കൊണ്ടുപോവുകയാണ് ഹിന്ദു തീവ്രവാദികൾ 2 ഘട്ടങ്ങളിൽ ചെയ്തു. ഒന്ന് JP മൂവ്മെൻറ്റിന് ശേഷം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള രാഷ്ട്രീയത്തിൽ, പിന്നീട് കോൺഗ്രസിൻ്റെ ഈ തകർച്ചയുടെ പൂർത്തീകരണത്തിന് ശേഷം വന്ന പുതിയ രാഷ്ട്രീയത്തിൽ, പുതിയ ലോക്രമക്കൂടി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഹിന്ദു തീവ്രവാദികൾ അങ്ങനെ ജനരോഷത്തെ അതിന്ന് മുതലെടുക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ ദിശയിലേക്ക് ഈ പുതുലോകത്തിൻ്റെ സവിശേഷതകളിൽ നിന്ന് രൂപം കൊള്ളുന്ന
ബഹുജന മുന്നേറ്റം. ആ ബഹുജന മുന്നേറ്റത്തിൻ്റെ നിർണായക ശക്തിയായി ഇടതുപക്ഷം മാറുക എന്നതാണ് ഇന്ന് നമുക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം. നമ്മുടെ പാർട്ടിയുടെ പൊതു കാഴ്ചപ്പാടുകൾ, രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, പാർട്ടിയുടെ സംഘടനാ കാഴ്ചപ്പാടുകൾ, നമ്മളെ തോൽപ്പിക്കാൻ എല്ലാ പരിശ്രമവും എതിരാളി നടത്തുകയും ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്ത ഈ സന്ദർഭത്തിൽ തന്നെ നമുക്ക് വലിയ ഒരു മാറ്റത്തിന് ഇന്ത്യ സജ്ജമാകും എന്ന തിരിച്ചറിവുണ്ടാവണം. ആ മാറ്റത്തിൻ്റെ നിർണായകമായ ശക്തിയായി ഇടതുപക്ഷത്തെ മാറ്റിയെടുക്കുക എന്ന ഒരു കാഴ്ചപ്പാടും നമുക്ക് നിർബന്ധമായും ഉണ്ടാവേണ്ടതും പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടതുമാണ്. ഇത്തരം പഠന പദ്ധതികളിൽ കാര്യങ്ങളെ ആകെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ പ്രയോഗപരതയിൽ ഇത്തരം ഒരു സാധ്യതയിലേക്ക് എങ്ങനെ നമ്മുടെ പാർട്ടിയെ കൊണ്ടുപോകാനാകും എന്നത് സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സന്നദ്ധതയുള്ള കാഡർമാരെയും ബഹുജനങ്ങളെയും കണ്ടെത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുക എന്നത് അതിപ്രധാനമാണ്. അടുത്തൊരു ചോദ്യം, വർഗീയതയ്ക്കെതിരായ സമരത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എന്താണ് എന്നതാണ്. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈ ദിശയിൽ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അത് മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് വേണ്ടി കരുത്തോടുകൂടി നിലനിന്ന ഒരു സംസ്ഥാനമാണ് എന്നുള്ളതാണ്. വർഗീയ ശക്തികൾ അതിൻ്റെ എല്ലാ കരുത്തും ഇടതുപക്ഷത്തിനെതിരായിട്ട് ഉപയോഗിച്ച സംസ്ഥാനമാണ് കേരളം. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം 1957 ഒന്നാമത്തെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള വിമോചന സമരം എന്ന് പറഞ്ഞാൽ ആ വിമോചന സമരമാണ് കേരളത്തിലെ വർഗീയ സഖ്യത്തിൻ്റെ തുടക്കം കുറിച്ചത്. ഇപ്പോൾ നമ്മൾ ഒരു 60 കൊല്ലത്തിൻ്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതിൽ ഇടതുപക്ഷവും വർഗീയതയും തമ്മിലുള്ള തീവ്ര സംഘർഷത്തിൻ്റെ തന്നെയാണ്, ആശയ സംവാദത്തിൻ്റെ തന്നെയാണ്. ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത, വേറൊരു ഭാഗത്ത് ന്യൂനപക്ഷ വർഗീയത, രണ്ടിനോടും നമ്മളങ്ങനെ നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്തത്. എന്താണ് സംഭവിച്ചത്? ആ ഏറ്റുമുട്ടലിൽ കേരളത്തിലെ CPIM ഇല്ലാതായില്ല എന്നത് അതിപ്രധാനമായൊരു വസ്തുതയാണ്. കാരണം ഈ രണ്ട് വർഗീയതയോടും എല്ലായ്പ്പോഴും സന്ധി ചെയ്ത നിലപാടാണ് ഇവിടെ കോൺഗ്രസ്സുകാർ സ്വീകരിച്ചത്. അത്തരമൊരു സന്ദർഭത്തിൽ ഈ എല്ലാ ശാക്തിക ഘടകങ്ങളോടും, അതിൻ്റെ പിന്നിലെ സമ്പത്തിനോടും, അതിൻ്റെ പിന്നിലെ വർഗീയ മൂല്യങ്ങളോടും നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലപ്പെട്ടില്ല. അതൊരു വലിയ കരുതാണ്. ദുർബലപ്പെട്ടില്ല എന്ന് മാത്രമല്ല, പല സന്ദർഭങ്ങളിലും അവരെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടായി. ചരിത്രത്തിലെ, ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ഇടതുപക്ഷ മുന്നേറ്റം തന്നെയാണ്. ലോകത്ത്, ഇന്ത്യയിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ എല്ലാ വിരുദ്ധരും നടത്തിയ ഏകോപിച്ച പ്രവർത്തനത്തിൻ്റെ മുന്നിലും തോൽക്കാതെ നിന്നു കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ആ അഭിമാനം ഇങ്ങനെ മാത്രം സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങളെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ അഭിമാനം ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇന്നത്തെ ഇന്ത്യയിൽ എല്ലാവരും വലതുപക്ഷത്തേക്ക് മാത്രം നോക്കുന്ന ഒരു രാജ്യത്ത്, എല്ലാവരും വ്യവസ്ഥിതിയെ മാത്രം സംരക്ഷിക്കുന്ന ഒരു സമൂഹത്തിൽ, വലതുപക്ഷ മൂല്യങ്ങൾക്ക് മേധാവിത്വം കിട്ടിയൊരു സമൂഹത്തിൽ കേരളം ഇടതുപക്ഷത്തിൻ്റെ കരുത്തിൻ്റെ അടയാളമായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളൊക്കെ തന്നെ നമുക്കെല്ലാം അറിയുന്നതും നമ്മൾ പ്രചരിപ്പിക്കുന്നതുമാണ്. ഞാൻ എൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. പക്ഷേ വളരെ പ്രസക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ആ പ്രസക്തമാകുന്ന കാര്യം, ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സാമൂഹ്യ സുരക്ഷാ പ്രവർത്തനങ്ങളിൽ, അധികാര വികേന്ദ്രീകരണത്തിൽ, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ, പാർപ്പിടത്തിന് പരിഹാരം കാണുന്ന കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ നവീകരണത്തിൽ, ഒരുപാട് വിഷയങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ മുന്നേറ്റങ്ങൾക്ക് ഒരു തുടർച്ച ഉണ്ടാകുമോ? ഇടതുപക്ഷത്തിന് ചരിത്രത്തിലാദ്യമായി ഒരു തുടർ ഗവൺമെൻറ് ഉണ്ടാക്കാനാകുമോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം CPIM ഇവിടെ നടത്തിയ സന്ദർഭം വലിയ തോതിൽ നമ്മുടെ ഗവൺമെൻറ്റിനെതിരായി, വിശേഷിച്ച് മുഖ്യമന്ത്രിക്കെതിരായി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരായി ഒറ്റപ്പെടുത്തിയിട്ടുള്ള ആക്രമണങ്ങൾ, എല്ലാ കോണിൽ നിന്നുമുള്ള നമുക്കെതിരായ തെറ്റായ
പ്രചരണങ്ങൾ വളരെ ആസൂത്രിതമായി നടക്കുകയാണ്. ഇടതുപക്ഷ ഗവൺമെൻറ്, അതിലെ മന്ത്രിമാർ, പാർട്ടി എന്ന നിലയിൽ CPIM എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റായ നിലപാട് സ്വീകരിച്ചു എന്ന് ആക്ഷേപിക്കാനേ കഴിയില്ല. ഒറ്റപ്പെട്ട പ്രശ്നങ്ങളെ എടുത്ത് വിവാദങ്ങൾ ഉണ്ടാക്കി രാഷ്ട്രീയത്തെ തമസ്കരിച്ച് ഗവൺമെൻറ്റിന് നല്ല പ്രവർത്തനങ്ങളെ തമസ്കരിച്ച് ബൂർഷ്വാസിയുടെ വർഗ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്ന നിലപാട് കേരളത്തിലെ പ്രതിപക്ഷം, കേരളത്തിലെ വർഗീയ പാർട്ടികൾ, കേരളത്തിലെ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ ഒരുമിച്ച് നടത്തുന്ന ഒരു സന്ദർഭമാണ്. തീർച്ചയായും CPIM പ്രവർത്തകരെന്ന നിലയ്ക്ക് വർഗീയത അതിൻ്റെ കരുത്ത് ഇന്ത്യയിലാകെ വ്യാപിച്ചൊരു ഘട്ടത്തിൽ ആ വർഗീയതക്കെതിരായ സമരത്തിൻ്റെ മുന്നിലെ പ്രതിരോധത്തിൻ്റെ പച്ചത്തുരുത്തായി, സാമ്പത്തിക ആഗോളവൽക്കരണത്തിൻ്റെ തീവ്ര നടത്തിപ്പിൻ്റെ ഒരു കാലത്ത് ബദൽ നയങ്ങളുടെ പ്രയോഗശാലയായി ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന് മുൻഗണന നൽകി സമൂഹ താല്പര്യങ്ങളെ ആകെ ഉയർത്തിപ്പിടിച്ച ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ തുടർച്ച എന്നതാണ് ഏറ്റവും പ്രസക്തമാകുന്ന ഒരു രാഷ്ട്രീയം. ഈ ശക്തികളെ തോൽപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷം ഒരു തുടർ ഭരണത്തിലേക്ക് വരുന്നു എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു രാഷ്ട്രീയ ഘടനയെ മാറ്റിമറിക്കുന്ന സുപ്രധാനമായ ഘടകമായി മാറുകയാണ്. ഇന്ത്യയിൽ സംഘപരിവാർ നിയന്ത്രിക്കുന്ന ഈ വർഗീയ ശക്തികളുടെ ഒരു പിറകോട്ടടിയിൽ നിന്ന് ശരി ഉത്തരം എന്നുള്ള നിലയ്ക്ക് മതനിരപേക്ഷതയെ പരിരക്ഷിക്കുന്ന, സാധാരണക്കാരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ബദൽ നയങ്ങളുടെ ഒരു മുന്നേറ്റം സാധ്യതമാവുക എന്ന പ്രക്രിയയിലെ നിർണായകമായ മുഹൂർത്തമായി വരാൻ പോകുന്ന കേരളത്തിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പും അതിനുശേഷം നടക്കുന്ന സുപ്രധാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പും മാറുകയാണ്. അതിലെ ഇടതുപക്ഷ മുന്നേറ്റം ദേശവ്യാപകമായ ഇടതുപക്ഷ മുന്നേറ്റത്തിൻ്റെ ഏറ്റവും വേഗതയേറിയ ചുവടുവെപ്പാണ് എന്ന തിരിച്ചറിവിൽ നമുക്ക് വർഗീയതയെ എല്ലാ മേഖലയിൽ നിന്നും എല്ലാതരം വർഗീയതയോടും ഏറ്റുമുട്ടിക്കൊണ്ട് മതനിരപേക്ഷ മൂല്യങ്ങൾ, അത് ഭൂരിപക്ഷ വർഗീയതയോട്, ന്യൂനപക്ഷ വർഗീയതയോട്, എല്ലാ പ്രതിലോമ പ്രത്യയശാസ്ത്രത്തോടും ഏറ്റുമുട്ടിക്കൊണ്ടുള്ള എല്ലാ നിലയിലുമുള്ള സമരമുഖങ്ങൾ തുറന്ന് ഇടതുപക്ഷത്തെ കരുത്തുറ്റതാക്കുക എന്ന വലിയ ദൗത്യം നിർവഹിക്കേണ്ടതിന് അതിനൊക്കെ സഹായകരമായ ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് നടത്താനായി. അതോടൊപ്പം തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മറ്റ് സഖാക്കളും ഒരുപാട് വിശദീകരണങ്ങൾ നൽകും. നമുക്ക് വലിയ ആശയ പ്രത്യയശാസ്ത്ര സമരങ്ങളും പ്രായോഗിക പ്രക്ഷോഭങ്ങളും ജനകീയ മുന്നേറ്റങ്ങളും രൂപപ്പെടുത്തേണ്ടതുണ്ട്. ആ മുന്നേറ്റങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ തന്നെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയ ഘടനയെ ഗുണപരമായി പരിവർത്തനം ചെയ്യിക്കുക എന്ന ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്.